ഹരേ രാമ ഹരേ കൃഷ്ണ. ഇനി കുബേര ജീവിതം നിങ്ങൾക്ക് നയിക്കുവാൻ പറ്റും. ഈ രാശിക്കാരുടെ തലവര തെളിയുവാൻ ഇനി ദിവസങ്ങൾ മാത്രം. ഈ വർഷം പൂയം നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണകരമായ ഫലങ്ങൾ കൊണ്ടുവരും. തൊഴിൽ സാമ്പത്തിക രംഗങ്ങളിൽ നിങ്ങൾക്ക് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുവാൻ അനുയോജ്യമായ സമയമാണ്. ഈ വർഷം തൊഴിലിലെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് പരിഹാരം കാണുവാനും ജീവിത നിലവാരം വളരെയധികം മെച്ചപ്പെടുത്തുവാനും ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും. 2023 മുതൽ നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക് മാറ്റം വന്ന് സമാധാനപരമായ ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് 2024 ജൂൺ മുതൽ സാധിക്കുന്നതാണ്. എന്നിരുന്നാലും പിതാവ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അടുത്ത ബന്ധുവിന് ആയുർദോഷം സംഭവിക്കുവാൻ ഇടയുണ്ട്. സഹോദരങ്ങളിൽ നിന്ന് സഹായം സഹകരണവും വന്നുചേരും. സർക്കാർ ജോലിയുള്ള ആളുകൾക്ക് സ്ഥാനക്കയറ്റവും മുടങ്ങിക്കിടന്ന ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജീവിത പങ്കാളിയുമായി പിരിഞ്ഞു താമസിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് പങ്കാളിയുടെ അടുത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുവാനും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഇടയുണ്ട്. വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ വർഷം അനുകൂലമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. ദമ്പതികൾ തമ്മിലുള്ള ഐക്യവും ധാരണയും വർദ്ധിക്കും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിലും വിവാഹത്തിലും സന്തോഷകരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ വർഷം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ദൈവാനുഗ്രഹം വർദ്ധിക്കുകയും ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും. സാമ്പത്തികവും തൊഴിൽപരവുമായ പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. മേലധികാരികളിൽ നിന്ന് പ്രീതിയും പ്രോത്സാഹനവും ലഭിക്കും. നിശ്ചയദാർഢ്യത്തോടെയും കഠിനാധ്വാനത്തിലൂടെയും പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് വിജയം കൊയ്യുവാൻ സാധിക്കുന്നതാണ്. ഈ വർഷം ബന്ധുജന സമാഗമം, മനസമാധാനം, വിവാഹ സാധ്യത, ദമ്പതികൾ തമ്മിലുള്ള ഐക്യം എന്നിവ വർദ്ധിക്കുന്നതാണ്. പിതാവിൻ്റെയോ തത്തുല്യരായ മറ്റു ബന്ധുക്കളുടെയോ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ ജാതക നിരൂപണം നടത്തി പരിഹാര കർമ്മങ്ങൾ നിറവേറ്റുക. ദേഷ്യം നിയന്ത്രിക്കുകയും ക്ഷമയോടെ പെരുമാറുകയും ചെയ്യുക. പുതിയ നിക്ഷേപങ്ങളിൽ ഏർപ്പെടുന്നതിന് മുൻപ് വിദഗ്ധ ഉപദേശം തേടേണ്ടതാണ്. വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും വികാരങ്ങളും വിലമതിക്കുകയും അവരോട് മര്യാദയോടെ പെരുമാറുകയും ചെയ്യേണ്ടതാണ്. കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും സമയം ചെലവഴിക്കുകയും അവരുടെ പിന്തുണ തേടുകയും ചെയ്യുക. സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നതിനും ജീവിതം ആസാധ്യമാക്കുന്നതിനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. പൂയം നക്ഷത്രത്തിലെ കാലിൽ കാലുദോഷം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ദോഷം 4 തരത്തിൽ സംഭവിക്കാം. ജാതകൻ 1-ാം പാദത്തിൽ ജനിച്ചാൽ അവനെ തന്നെ ദോഷിക്കും. 2-ാം പാദത്തിൽ ജനിച്ചാൽ അച്ഛനെ ദോഷിക്കും. 3-ാം പാദത്തിൽ ജനിച്ചാൽ അമ്മയെ ദോഷിക്കും. 4-ാം പാദത്തിൽ ജനിച്ചാൽ അമ്മാവനെ ദോഷിക്കും. ഈ 4 ദോഷങ്ങളിൽ 1-ാം പാദത്തിലെ കാലിൽ കാലുദോഷം ഏറ്റവും ദോഷകരമായി കണക്കാക്കപ്പെടുന്നു. കാരണം 1-ാം പാദം ജാതകന്റെ സ്വന്തം ജീവിതത്തെ പ്രതിനിധീകരിക്കുന്നു. ഈ പാദത്തിൽ കാലിൽ കാലുദോഷം സംഭവിച്ചാൽ ജാതകന് ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നതാണ്. ഓരോ നക്ഷത്രത്തിനും 4 പാദങ്ങളുണ്ട്. ഓരോ പാദവും 15 നാഴിക വീതമാണ്. ഒരു പാദത്തെ വീണ്ടും 4ആയി ഭാഗിച്ചാൽ 3.25 നാഴിക ലഭിക്കും. ജാതകൻ ഈ 3.25 നാഴികയിൽ ജനിച്ചാൽ കാലിൽ കാലുദോഷം സംഭവിക്കും. എന്നാൽ ചന്ദ്രന് ബലമുണ്ടെങ്കിൽ ഈ ദോഷം കുറയുകയോ ഇല്ലാതാകുകയോ ചെയ്യുന്നതാണ്. ചന്ദ്രന് ബലമില്ലെങ്കിൽ മാത്രം ഈ ദോഷം ഗുരുതരമായി കണക്കാക്കൂ. ഇപ്രകാരം ബുധനാഴ്ചയും പ്രഥമ തിഥിയും ഒരുമിക്കുന്ന ദിവസം കാലിൽ കാലു വരികയും കർക്കിടക ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുകയും ചന്ദ്രന് ബലക്കുറവും ശുഭദൃഷ്ടിയില്ലാതെ വരികയും ചെയ്താൽ പൂയത്തിന് കുറവ് ദോഷം ഉണ്ടെന്ന് കരുതാം. ദോഷപരിഹാരം ചെയ്യാത്ത പക്ഷം ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. കുടുംബത്തിൽ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെയും വന്നു ചേരുന്നതാണ്.
സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. ഇതൊക്കെ ഒഴിവാക്കുന്നതിനായി ജാതകം പരിശോധിച്ച് പരിഹാരം കണ്ടെത്തേണ്ടതാണ്. ഗ്രഹദോഷങ്ങൾക്ക് പരിഹാരം കാണുന്ന യന്ത്രങ്ങൾ ധരിക്കുക. പൂയം നക്ഷത്രത്തിലെ കാലിൽ കാലുദോഷം ഒരു ഗുരുതരമായ പ്രശ്നമാണെങ്കിലും ജ്യോതിഷപരമായ പരിഹാരങ്ങൾ നിർവഹിക്കുന്നതിലൂടെ ഈ ദോഷങ്ങളെയൊക്കെ ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ്. 9 വയസ്സുവരെയുള്ള ശനികാലത്ത് ജാതകന്റെ അച്ഛൻ, അമ്മ, അമ്മാവൻ എന്നിവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നുചേരും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ തുടങ്ങിയ ദോഷങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചിലർക്ക് അടുത്ത ബന്ധുക്കളുടെ വിയോഗം വരെ സംഭവിക്കാം. ഈ ദശാകാലത്ത് ജാതകന് ബാലാരിഷ്ടതയ്ക്ക് പരിഹാരം ചെയ്താൽ ഒരുവിധം ദുരിതങ്ങൾക്ക് ശാന്തി ഉണ്ടാകുന്നതാണ്. എന്നാൽ കുടുംബത്തിന് കൃഷി, വളർത്തുമൃഗങ്ങൾ, പക്ഷി വളർത്തൽ തുടങ്ങിയ മേഖലകളിൽ നിന്ന് സാമ്പത്തിക നേട്ടം വന്നുചേരുന്നതാണ്. കുഞ്ഞാണെങ്കിലും കുടുംബം വിട്ടു താമസിക്കുവാൻ യോഗം കാണുന്നു. ഇത് വിദ്യാഭ്യാസത്തിനായി പോകുന്നതിന് പോലെയുള്ള കാരണങ്ങളാൽ ആകാം. വിദ്യാഭ്യാസത്തിൽ ഉയർച്ചയോ താഴ്ചയോ ഇല്ലാതെ ഒരു ആവറേജ് വിദ്യാർത്ഥിയായിരിക്കും പൂയം നക്ഷത്രക്കാർ പൊതുവെ. ഈ ദശാകാലത്ത് ജാതകന്റെ വിദ്യാഭ്യാസത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകുവാൻ സാധ്യതയില്ല. കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പഠിക്കാൻ ആവശ്യമായ സഹായം നൽകുകയും ചെയ്യേണ്ടതാണ്. 26 വയസ്സ് വരെയുള്ള ബുധ ദശാകാലത്ത് വ്യക്തിക്ക് വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഈ ദശാകാലത്ത് വിദ്യാഭ്യാസത്തിൽ വളരെ വലിയ പുരോഗതി ഉണ്ടാകും. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും അറിവ് നേടാനും വളരെയധികം താല്പര്യമുണ്ടാകും. ഉന്നത വിദ്യാഭ്യാസം നേടാൻ സാധ്യതയുണ്ട്. ചിലർക്ക് വിദ്യാഭ്യാസത്തിൽ ഉയർന്ന സ്ഥാനം നേടുവാനും സാധിക്കും. വിദ്യാഭ്യാസം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ധനസമ്പാദനത്തിൽ താല്പര്യവും വന്നുചേരുന്നതാണ്. എന്നാൽ വിദ്യാഭ്യാസം തുടരണം. സംസാരം പ്രാധാന്യമുള്ള തൊഴിലിൽ വിജയിക്കുവാൻ സാധ്യതയുണ്ട്. അധ്യാപകൻ, അഭിഭാഷകൻ, എഴുത്തുകാരൻ, മാധ്യമപ്രവർത്തകൻ തുടങ്ങിയ തൊഴിലുകൾ അനുയോജ്യമാണ്. ബുദ്ധിപരമായ കഴിവുകൾ ഉപയോഗിച്ച് ധനം സമ്പാദിക്കുവാനും കഴിയും. ചിലർക്ക് സാഹിത്യകാരന്മാരായി പേരും പ്രശസ്തിയും നേടുവാനും സാധിക്കുന്നതാണ്. ഈ സമയത്ത് ഉത്തമ വിവാഹം നടക്കുവാൻ സാധ്യതയുണ്ട്. സന്തുഷ്ടവും സമൃദ്ധവുമായ ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് നയിക്കുവാൻ സാധിക്കും. സന്താന ഭാഗ്യം വർദ്ധിക്കും. കുടുംബത്തിൽ അഭിവൃദ്ധിയും മംഗളകർമ്മങ്ങളും നടക്കുന്നതാണ്. ഗണിതത്തിൽ പ്രത്യേക താല്പര്യം ജനിക്കുകയും അതൊരു വരുമാന മാർഗമായി കാണുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഈ ദശാകാലത്ത് നിർബന്ധമായും മദ്യപാനം ഒഴിവാക്കണം. മദ്യപാനം ഉണ്ടെങ്കിൽ ഈ ഫലങ്ങളെല്ലാം വിപരീതമായി മാറുന്നതാണ്. ബുദ്ധിപരമായ കഴിവുകൾ ഉപയോഗിച്ച് ജീവിതത്തിൽ വിജയിക്കുവാൻ ശ്രമിക്കുക. ലഹരി ഉപേക്ഷിക്കുകയും നല്ല വാക്കുകൾ സംസാരിക്കുകയും ചെയ്യുക. 33 വയസ്സുവരെയുള്ള കേതു ദശാകാലത്ത് കേതുവിൻ്റെ സ്ഥാനം അടിസ്ഥാനപ്പെടുത്തി ജീവിതത്തിൽ പല പ്രതിസന്ധികളും വെല്ലുവിളികളും വന്നുചേരുന്നതാണ്. വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. അപകടം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അൾസർ പോലുള്ള രോഗങ്ങൾ ശ്രദ്ധിച്ച് ചികിത്സിക്കേണ്ടതാണ്. ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് നല്ലത്. ഒഴിവാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതീവ ജാഗ്രത പാലിക്കണം. ജീവിതത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകില്ലെങ്കിലും നിരാശയിൽ വീണു പോകരുത്. ജീവിതത്തിൽ വിജയിക്കുവാൻ കഠിനാധ്വാനവും പരിശ്രമവും ആവശ്യമായ സമയമാണെന്ന് തിരിച്ചറിയുക. നിങ്ങൾക്ക് വരവിനേക്കാൾ കൂടുതലായി ധനപ്രശ്നങ്ങൾ ഉണ്ടാകാം. അവിഹിത ബന്ധം, ലഹരി, ചൂതുകളി എന്നിവ ധനനഷ്ടവും മാനഹാനിയും വരുത്തും. വീട് വിട്ടുമാറി താമസിക്കേണ്ട അവസരവും വന്നുചേരാം. ചിലർക്ക് വിവാഹം നടന്നേക്കാം. വളരെ പക്വതയോടെ വേണം ഈ കാലയളവിൽ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യേണ്ടത്. ജാതക നിരൂപണം നടത്തി കേതു നിൽക്കുന്ന ഭാവമനുസരിച്ച് പരിഹാരമാർഗങ്ങൾ ചെയ്യേണ്ടതാണ്. 33 വയസ്സുവരെയുള്ള കേതു ദശയ്ക്ക് ശേഷമുള്ള 53 വയസ്സുവരെയുള്ള ശുക്രദശാകാലത്ത് ശുക്രന്റെ സ്ഥാനം ജീവിതത്തിൽ സന്തോഷം, സമ്പത്ത്, വിവാഹം, കല, വിദേശയാത്ര എന്നിവയെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ ചില വഴിത്തിരിവുകൾ ഈ സമയത്ത് വന്നുചേരും. കേതുദശയിൽ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുന്നതാണ്.
എന്നാൽ സംഭവിച്ച നഷ്ടങ്ങൾ അതുപോലെ തന്നെ തുടരുകയും ചെയ്യും. ചെറിയ പരിശ്രമം കൊണ്ട് തന്നെ ഈ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് ലൗകിക ജീവിതത്തിനു വേണ്ടിവരുന്ന എല്ലാം ധാരാളമായി വന്നു ചേരും. ഈ കാലയളവിൽ സന്താനങ്ങളുടെ വിവാഹം നല്ല നിലയിൽ നടത്തുവാൻ സാധിക്കുന്നതാണ്. സ്ത്രീ സുഖം ധാരാളമായി ലഭിക്കും. കലാകാരന്മാർക്ക് വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ദർശനം ലഭിക്കും. അന്യ സ്ത്രീ ബന്ധം വഴി നാശം വന്നു ചേരുവാനും ഇടയുണ്ട്. വേണ്ടപ്പെട്ടവരുടെ വിയോഗം നിങ്ങളെ ദുഃഖിപ്പിക്കുകയും ചെയ്യും. വിദേശ യാത്ര നടത്തുവാൻ യോഗമുണ്ട്. കിഡ്നി രോഗങ്ങൾ, പ്രമേഹം, അസ്ഥി തേയ്മാനം, കാൽമുട്ടുകൾക്ക് പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാം. ദശാനാഥനെ പ്രീതിപ്പെടുത്തുവാൻ ദാനധർമ്മങ്ങൾ ചെയ്യുക, ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, പൂജകൾ നടത്തുക എന്നിവ ചെയ്യുന്നത് നല്ല ഗുണം ലഭിക്കുവാൻ സഹായിക്കുന്നതാണ്. 60 വയസ്സുവരെ നീണ്ടു നിൽക്കുന്ന നിങ്ങളുടെ സൂര്യദശയിൽ ഒരു ഉയർന്ന അധികാര പ്രാപ്തിയുള്ള സർക്കാർ ഉദ്യോഗസ്ഥനുമായി താരതമ്യപ്പെടുത്താവുന്ന സ്വാധീനവും അധികാരവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. രാഷ്ട്രീയത്തിലെ ഒരു കരിയറിന് ഇത് അനുകൂലമായ കാലഘട്ടമാണ്. ഒരു ബഹുമാന്യനായ നേതാവാകുവാനുള്ള യോഗമുണ്ട്. എവിടെയും മാന്യത, ആദരവൊക്കെയും ലഭിക്കും. ജാതകന് മുൻകൈയെടുത്ത് പല നല്ല പ്രവൃത്തികളും ചെയ്യുന്ന സമയമാണ്. എന്നിരുന്നാലും തല, ആമാശയം, നേത്രരോഗങ്ങൾ എന്നിവ പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. വൈകാരിക ക്ലേശം നിങ്ങളുടെ കുടുംബത്തിൽ പിരിമുറുക്കവും ഉണ്ടാക്കും. മക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാൽ കൂടുതൽ കഷ്ടപ്പാടുകൾ ഒഴിവാക്കുവാൻ എത്രയും പെട്ടെന്ന് അവ സമാധാനപരമായി പരിഹരിക്കുവാൻ ശ്രമിക്കുക. ദേഷ്യത്തോടുള്ള പെരുമാറ്റം നിയന്ത്രിക്കുക, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട വാർദ്ധക്യം നിങ്ങൾക്ക് നേരിടേണ്ടി വരും. സൂര്യദശയുടെ ഗുണഫലങ്ങൾ ജാതകത്തിലെ സൂര്യന്റെ ബലത്തെ ആശ്രയിച്ചിരിക്കുന്നു. സൂര്യൻ പ്രബലനാണെങ്കിൽ ഈ കാലഘട്ടം നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും. ഏകദേശം 70 വയസ്സുവരെയുള്ള ചന്ദ്രദശയിൽ വ്യക്തികൾക്ക് സാധാരണയായി മാനസിക വെല്ലുവിളികൾ വളരെയധികം നേരിടേണ്ടി വന്നേക്കാം. ഈ കാലഘട്ടത്തിൽ വ്യക്തിക്ക് വികാരങ്ങൾ, ഓർമ്മകൾ, ചിന്തകൾ എന്നിവയിൽ മാറ്റങ്ങൾ അനുഭവപ്പെടും. ഈ മാറ്റങ്ങൾ കാരണം പല പ്രശ്നങ്ങൾ വന്നു ചേരും. ഹോർമോൺ മാറ്റങ്ങൾ, ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ, അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഉൾപ്പെടെ. അമാവാസ്യ മുതൽ പൗർണമി വരെയും തിരിച്ചും ചന്ദ്രൻ കടന്നു പോകുന്നത് പോലെ ജീവിതത്തിലെ അനുഭവങ്ങളും ഈ കാലഘട്ടത്തിൽ വ്യതിയാനം പ്രാപിക്കുവാൻ സാധ്യതയുണ്ട്. അമാവാസ്യ മുതൽ പൗർണമി വരെയുള്ള ചന്ദ്രന്റെ വളർച്ചാഘട്ടം സാധാരണയായ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. പൗർണമി മുതൽ അമാവാസ്യ വരെയുള്ള ചന്ദ്രന്റെ ക്ഷയഘട്ടം ദോഷകരമായ ഫലങ്ങൾ സമ്മാനിക്കുന്നതാണ്. ചന്ദ്രബലം വർദ്ധിക്കുന്നതും തിഥികളുടെ വെളുത്ത പക്ഷത്തിനും കറുത്ത പക്ഷത്തിനുമനുസരിച്ച് ഈ വ്യതിയാനങ്ങൾ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും സമ്മാനിക്കുന്നതാണ്. ചിലർക്ക് ധനസമ്പാദ്യം, കുടുംബത്തിൽ വിവാഹം, ജനനം തുടങ്ങിയ മംഗളകരമായ സംഭവങ്ങൾ വന്നുചേരും. മാതൃബന്ധുക്കളിൽ നിന്ന് സഹായവും പിന്തുണയും ലഭിക്കുന്നതാണ്. ഈ കാലഘട്ടത്തിൽ ശക്തമായ ആരാധനയിൽ താൽപ്പര്യം നിങ്ങളുടെ വളർന്നേക്കാം. ഉത്കണ്ഠ, വിഷാദം, ഏകാന്തത, ഉറക്കമില്ലായ്മ തുടങ്ങിയ ഈ കാലഘട്ടത്തിൽ വന്നു ചേരുന്നതാണ്. വ്യാഴാഴ്ചയും പൗർണമിയും പൂയവും ചേർന്ന ദിവസം ജനിച്ചവർക്ക് ഈ കാലഘട്ടത്തിൽ രാജയോഗം സമ്മാനിക്കുന്നതാണ്. അടുത്ത വർഷത്തെ ശനിമാറ്റത്തിൽ അഷ്ടമശനി മാറുമെങ്കിലും അതുവരെയും ജീവിത പങ്കാളിയുടെ ആയുരാരോഗ്യത്തിന് പ്രതികൂല സ്വാധീനം ചെലുത്തുവാൻ സാധ്യതയുണ്ട്. ഈ കാലയളവിൽ ശ്രദ്ധാലുവായി കാര്യങ്ങൾ പരിഹരിക്കേണ്ടതാണ്. കൂടാതെ ശനി മാറ്റം കഴിഞ്ഞാൽ പിതാവിന് ദുരിതങ്ങൾ ഉണ്ടാകുന്നതാണ്. പിതാവിൻ്റെയും ജീവിത പങ്കാളിയുടെയും ജാതക ഗണനം നടത്തി വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. കേതു, ചൊവ്വ, സൂര്യദശകളിൽ പൂയം നക്ഷത്രക്കാർ ദോഷപരിഹാരം ചെയ്യണം. അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്ര ദിവസങ്ങളിലും ക്ഷേത്ര ദർശനം നടത്തുക. നവഗ്രഹങ്ങളിൽ ശനിയെയും ചന്ദ്രനെയും പ്രീതിപ്പെടുത്തുക. ശാസ്താഭജനം നടത്തുക. ശനിയും പൂയവും കൂടി വരുന്ന ദിവസം ശാസ്താ പൂജ നടത്തുക. മകരത്തിലെ പൗർണമിക്ക് ദേവിയെ പൂജിക്കുക. എല്ലാ ശനിയാഴ്ചകളിലും അരയാലിനു 7 പ്രദക്ഷിണം വയ്ക്കുക. ഹനുമാനെ നിത്യവും സ്മരിക്കുകയും ഹനുമാൻ ചാലിസ ചൊല്ലുകയും ചെയ്യുക.
ഈ ഉപദേശങ്ങൾ പിന്തുടരുന്നത് ദോഷഫലങ്ങളിൽ നിന്ന് സംരക്ഷണം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പരിഹാര നിർദ്ദേശങ്ങൾ അനുസരിച്ചാൽ ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷവും ഉണ്ടാവുകയും ജീവിതം വളരെയധികം സന്തോഷകരമായി തീരുകയും ചെയ്യും. ഇവിടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഒരു പൊതുവായ സൂചന മാത്രമാണ്. ഓരോ വ്യക്തിയുടെയും ജനനഗ്രഹനില, യോഗങ്ങൾ, ദശാപഹാരം എന്നിവയനുസരിച്ച് ഈ ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതാണ്. ജാതക നിരൂപണം നടത്തുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ നിലവിലെ ദശാപഹാരം, ഗ്രഹനിലകൾ, യോഗങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കുന്നതാണ്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വ്യത്യസ്ത ദശകൾ ഉണ്ടാകും. ഓരോ ദശയും വ്യത്യസ്ത അനുഭവങ്ങളും ഫലങ്ങളും നൽകുന്നതാണ്. ജാതക നിരൂപണം നടത്തുന്നതിലൂടെ നിങ്ങൾ ഇപ്പോൾ ഏത് ദശയിലാണ്, ആ ദശ എപ്പോൾ അവസാനിക്കും, ആ ദശയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളാണ് വന്നു ചേരുവാൻ പോകുന്നത് എന്നിവ അറിയുവാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ജാതകത്തിൽ ദോഷകരമായ ഗ്രഹസ്ഥിതി ഉണ്ടെങ്കിൽ അവ ഏതൊക്കെയാണ്, അവ നിങ്ങളെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നിങ്ങനെ ജാതക നിരൂപണം വഴി അറിയുവാൻ സാധിക്കും. ഗ്രഹദോഷങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും നല്ല സമയത്തിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുവാനുമുള്ള പരിഹാരങ്ങൾ ജാതക നിരൂപണം വഴി നിർദ്ദേശിക്കുവാൻ സാധിക്കും. ഓർക്കുക, ജാതകം ഒരു ശാസ്ത്രമാണ്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുവാൻ ഒരു നല്ല ജ്യോതിഷിയെ സമീപിക്കേണ്ടതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.